Have you seen the cloud moving backside of mine? നിങ്ങൾ എൻ്റെ ഈ പുറഭാഗത്ത് ഒരു ക്ലൗഡ് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. When I seen this pictures tells me a story about there is a cloud where God appointed the people of Israelites. That clouds moving when the people's moving towards the promised land of Canaan. ഈ സ്ഥലത്തിന് ഈ ക്ലൗഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്ലൗഡ് ഈ കാറ്റിൻ്റെ ദിശയിലാണ്, അല്ലെങ്കിൽ ഈ ക്ലൗഡ് ഈ ഭൂമിയുടെ ആംഗിളൈസേഷനകത്താണ് അല്ലെങ്കിൽ ആംഗിളിനകത്താണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ ഈ ക്ലൗഡ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ when the Israels they have started to walk towards that opposite direction, ഈ മേഘം അവരുടെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഈ മേഘം ഈ സ്ഥലത്തെ മേഘമല്ല. I can see the cloud from here, but there is situated in the very highest position, very highest altitude. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു വലിയ ചലനമുണ്ട്. ഈ മേഘം ചലിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വരണ്ട അനുഭവത്തിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രോമിസിനകത്തേക്ക്, നിയോഗത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ദൈവം പറഞ്ഞ വാക്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മേ ബി യു സീൻ മൈ, നിങ്ങൾക്ക് എന്നെ മാത്രമേ അതിനകത്ത് കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ഈ പിക്ചറിൻ്റെ മുകളിൽ ഒരു മേഘം നിൽക്കുന്നത് പോലെ ആത്മമണ്ഡലത്തിൽ നോക്കിയാൽ നിങ്ങളുടെ മുകളിൽ ഒരു വലിയ മേഘം നിന്ന് ആ യാത്രയെ ക്രമീകരിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഒറ്റയ്ക്കായിപ്പോയെന്ന് വാഗ്ദത്തത്തിൽ നിയോഗത്തിൽ നിൽക്കുന്നവൻ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് മുകളിൽ ഇതുപോലെ സ്വർഗത്തിലെ മേഘം നിങ്ങൾക്ക് വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്യുകയാണ്. വിശ്വസിക്കുക, ദൈവം നിശ്ചയമായും നിങ്ങളെ യാത്രയിൽ കൂടെ നിന്ന് വഴി കൊടുത്ത് അവൻ വല്ല വഴിയായി നല്ല സഖിയായി ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമായി മാറുവാൻ ഞാൻ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.